ഇന്നിതാ ഒരു ടാസ്ക്കാണ്. എൻ്റെ മുടി കണ്ടിട്ടില്ലേ, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെ കട്ട് ചെയ്യുന്നുള്ള ഒരു ടാസ്ക്കാണ് ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി ഈ 2 ടൂളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ട്രിമ്മറും കൂടി ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും മാക്സിമം ഇത് വെച്ചിട്ട് തന്നെയാണ് പണിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം വെള്ളമൊക്കെ തെളിയിച്ച് മുടിയൊന്ന് നനച്ച് ഒതുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് നമുക്ക് കട്ടിങ് തുടങ്ങാം. ഓൾറെഡി ഉള്ള കട്ടിങ് അനുസരിച്ചിട്ട് ഒന്നും കൂടി കയറ്റി വെട്ടിയിട്ടാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് ചീർപ്പിൽ ഇങ്ങനെ മുടി എടുത്തിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ അവിടെ ഒരു ലെവലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സൈഡും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെൽപ്പിന് ഞാൻ ചെവി പിടിക്കാൻ വേണ്ടി മോളെ ഏൽപ്പിച്ചു. വേറെ ഒന്നുമല്ല, ഓന് കരഞ്ഞുകൊണ്ടിരിക്കുക അമ്മച്ചി ചെവി വെട്ടുമെന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഒരു വിശ്വാസം അത്രത്തോളം ഉണ്ട്. അപ്പം ഞാനത് മോളെടുത്ത് പിടിക്കാൻ പറഞ്ഞാണ്. പിന്നെ ഫ്രണ്ടിലെ മുടി ഇതുപോലെയാണ് നമ്മൾ ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാനൊരു ഇംഗ്ലീഷ് ചാനൽ കണ്ടിട്ടാണ് കേട്ടോ ഇത് പഠിച്ച് ചെയ്യുന്നത്. അങ്ങനെ ആൾക്ക് മുടി മേത്തൊക്കെ ഉണ്ടായിട്ട് നല്ല ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും സമ്മതിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ വെട്ടാമെന്ന് പറഞ്ഞപ്പം. പിന്നെ ഇതാ ഡ്രിമ്മർ വെച്ചിട്ട് അവസാനത്തെ അതിൻ്റെ മിനുക്ക് പണിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ടുള്ള ലുക്കൊക്കെ കാണിച്ചു തരാം. ആൾക്ക് ആദ്യം വലിയ മടിയായിരുന്നു, ഉമ്മച്ചി വെട്ടണ്ട, ഉമ്മച്ചി കോളാക്കും, പിന്നെ ഒന്നായിട്ട് മൊട്ടടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം സോപ്പിട്ട് മയക്കി എടുത്തതാണ് ഈ തല. ഞാൻ ഏതായാലും എൻ്റെ പണീൻ്റെ പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എന്താ കമൻറ്റ് ഇട്ടോളൂ, ഇതിന് എന്തൊക്കെയാണ് പോരായ്മ ഉള്ളതെന്നൊക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്താൽ